ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് പാൽവേൾഡിൻ്റെ ഫോണിലെ വേർഷനാണ്, പേര് മിറായ് പോകോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഹലോവിൻ വേൾഡാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോ തന്നെ ഇതുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ആദ്യം പറയുന്നത് ക്യാപ്ചർ എനി 15 വൈൽഡ് മിറായ് ബോ. അപ്പോൾ നമുക്ക് 15 തരം പോക്കിമോണിനെ പിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ടാസ്ക് ഒന്ന് ചെയ്യാം. അപ്പോൾ പക്ഷേ അതിനു മുമ്പ് നമുക്കൊന്ന് വുഡൻ ക്ലബ്ബ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ബെഞ്ചൊക്കെ ആവശ്യമാണ്. അപ്പോൾ ആദ്യം വർക്ക് ബെഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വുഡൊക്കെ ആവശ്യമുണ്ടാകും. വേഗാവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെ തരണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വുഡ് കിട്ടിയെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് വർക്ക് ബെഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിന് കൺസ്ട്രക്ഷനിൽ പോകുക. അപ്പോൾ കൺസ്ട്രക്റ്റ് കാണുന്നില്ല, അത് നോക്കാം. നമുക്കിപ്പോൾ ഇത് സ്യൂട്ടബിളായിട്ട് വെക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്യാം. നമുക്ക് സംഭവം ഉണ്ടാക്കാൻ സിമ്പിൾ തന്നെയാണ്, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് സെലക്ട് ഫോർമുല എടുക്കാം. അതിൽ നമുക്കൊരു വുഡൻ ക്ലബ്ബ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ചില സമയം കാണിക്കില്ല, കാരണം നമുക്ക് വുഡ് ഇപ്പം നമ്മൾ എക്സ്ട്രാ എടുത്തിന്, അതുകൊണ്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതിനി ക്രാഫ്റ്റ് ചെയ്യാം. പാൽവേൾഡിൻ്റെ പോലെ തന്നെ ഫോണിൽ നമുക്ക് നല്ല സുഖമായിട്ട് കളിക്കാൻ പറ്റിയ ഗെയിം തന്നെയാണ് ഇത്. നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചില സമയം ലാഗ് വരുന്നുണ്ട്. അത് നമുക്ക് ഈ ഫോണിൽ കളിക്കുന്നതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. അത് നമുക്ക് പോക്കിമോൺസിനെ പിടിക്കാം. നമ്മൾക്കിപ്പോൾ മിറായ് ബോൾ ആവശ്യമാണ്. അപ്പോൾ അത് ക്ലൈം ചെയ്യട്ടെ. അതവിടെ ഉണ്ട്. ഓ അതല്ല. അപ്പം നമുക്ക് അതിപ്പോൾ എവിടെയോ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ ആസിഡ് റെയിനാണ് പവർ ഇതിൻ്റെ. അപ്പം ഇത് സാധാരണ വേൾഡ് അല്ല, സാധാരണ വേൾഡിനെക്കാട്ടി കുറച്ചും കൂടി ഇതിൻ്റെ ഒരു വേൾഡാണ്. അത് ചത്തു. നമുക്ക് പോക്കിബോൾ അറിയാം. കൊണ്ടിട്ടില്ലടാ. ഗായ്സ് നമ്മളെ എനർജി ഏകദേശം പോയി തുടങ്ങി. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ പോക്കിമോണിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിടുന്ന് നമ്മൾ മാറുമ്പോഴേക്ക് നമ്മളെ എനർജി ഫുള്ള് പോയി ഗായ്സ്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം നമ്മൾ ഇതൊക്കെ പോയി. ഇനി നമുക്ക് റീസ്പോൺ ആവലേ വഴിയുള്ളൂ. അപ്പോൾ നമുക്കിത് സൂക്ഷിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. Select respawn point.
നമ്മൾ റീസ്പോൺ ചെയ്ത സ്ഥലം ഇവിടെയാണ്. അവിടെ തന്നെ നമുക്ക് റീസ്പോൺ ചെയ്യാം. അപ്പോൾ ഗായ്സ്, അത് നമ്മുടെ വർക്ക് ബെഞ്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പാണ് കുറച്ച് ഭാഗമൊക്കെ ശരിയായത് ഗായ്സ്. കാരണം ഇത്രയും സമയം ഒരു ഏലുകേട് തന്നെ ഉണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് ഇതിനെ പിടിക്കും. ഗായ്സ് ഇത് കിട്ടും തോന്നി. അതിന് മുമ്പ് മാറി ഗായ്സ്. ഇതിൽ നമുക്ക് എനർജി നല്ല കുറയുന്നുണ്ട്. പോയി നമുക്ക് പോക്കി പോലെ അത് കിട്ടി ഗൈസ്. അപ്പം നമ്മളെ കയ്യിൽ ഇപ്പം 2 എണ്ണം ഉണ്ട്. ഒന്ന് ഇതിൻ്റെ പവർ എന്ന് വെച്ചാൽ ആസിഡ് റെയിൻ. മറ്റേത് അത് ഇത് നമ്മളെ റോൾ ചെയ്ത് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിതൊന്നും പോരാ, എന്നും കൂടുതൽ വേണം. എന്നിട്ട് നമുക്ക് ടെക്നോളജി പോയിൻ്റൊക്കെ അൺലോക്ക് ചെയ്തിട്ട്, ടെക്നോളജി പോയിൻ്റ് അല്ല, മിറാ ടെർമിനൽ, അത് അൺലോക്ക് ചെയ്ത് അത് ഉണ്ടാക്കിയിട്ട് അത് പാൽ ബോക്സിൽ കുറേ എണ്ണം ശേഖരിച്ച് വെക്കണം, കുറേ പാൽസ്. ഇനി നമുക്ക് ഇതിനെ പിടിക്കാം. മാറിക്ക് നല്ലത്, കാരണം അത് ഫയർ പോക്കുമാണ്. നമ്മൾക്ക് വേറൊരു പോക്കുമാണ് ആസിഡ് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഇപ്പോൾ ഒരു പോക്കിമോണും കൂടി വന്നിരിക്കുന്ന. ഇനി നമുക്ക് ഇതിനെ വെച്ചിട്ട് കുറേ എണ്ണത്തിന് പിടിക്കാം. അപ്പം നമുക്കൊന്ന് നല്ല നല്ല ഇനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഗായ്സ്, ശരിക്കും പറഞ്ഞാൽ ലാഗ് ഒരു കുറവുമില്ല. ചില സമയത്ത് ഉണ്ടാകുന്ന ലാഗ് കണ്ടതിനകത്തിന് ദേഷ്യം വരും ഗായ്സ്. അപ്പോൾ നമുക്ക് ഇതിനെ എടുക്കാം. ഈ ഒരു കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഓ ഗായ്സ്, അപ്പോൾ നമ്മളെ ബെസ്റ്റ് പോക്കിമോണിൻ്റെ പോലെ നമുക്ക് ഡാഡി പട്ടിയല്ല കേട്ടോ. നമ്മുടെ മേലേക്ക് ആസിഡ് മഴ പെയ്യുന്നുണ്ട്.
ഗായ്സ് അപ്പോൾ നമുക്കത് കിട്ടിയിരിക്കുകയാണ്. ആ ഒരു പോക്കിമോണിനെ കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ മൊത്തത്തിൽ 4 പോക്കിമോണിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് നേരെ രക്ഷപ്പെടാം. നമുക്ക് കാരണം സിനിമയുടെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ യെല്ലോനെ പിടിക്കാം. യെല്ലോ നല്ല പവർഫുൾ. ഈ ആസിഡ് മഴ പെയ്പ്പിക്കുന്ന പോക്കിമോണിൻ്റെ അടുത്ത് നിന്നാണ് ഇതാ പ്രശ്നം. വെറുതെ ചിലപ്പോൾ അതിനകത്ത് കൊണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഒന്നും കൂടെ റീസ്പോൺ ചെയ്യാം. കാരണം ഞാൻ പഠിച്ച് വരുന്നത്ര നമ്മൾ മുമ്പ് ഡെഡായ സ്ഥലത്ത് തന്നെ നമുക്ക് സ്പോൺ ചെയ്യാം. നമ്മളെ പോക്കിമോൺ ഇപ്പോൾ നമ്മളെപ്പം തന്നെ ഉണ്ട്. അവനെ തിരിച്ചു പിടിക്കാം. എന്നിട്ട് നമുക്ക് പഴയ സ്ഥലത്ത് തന്നെ പോയിട്ട് അതിനെ തന്നെ പിടിക്കാം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. വയസ്സ് ഇപ്പം തന്നെ 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് മാത്രം എടുത്തിട്ട് വീഡിയോ നിർത്താം. നല്ല ലാഗ് ഉണ്ട് കേട്ടോ. ഇപ്പോഴേ പോക്കിമോനെ വിളിച്ചേക്കാം. അതിനെ ഇവിടെ കാണുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ചോപ്പിനെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഫയർ പോക്കിമോൺ തന്നെയാണ് ഗൈസ്. അപ്പം ഇത് കിട്ടിയിരിക്കുന്നു ഗായ്സ്. അപ്പം നമ്മളെ ലെവൽ 5 ലെവലായിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് മിരാ ടെർമിനൽ ഉണ്ടാകണം. അത് നമുക്ക് അടുത്ത വീഡിയോയിലുണ്ടാക്കാം. അപ്പം അതുവരേക്കും വേറൊരു എപ്പിസോഡിൽ വേറൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.